ശക്തമായ മഴ പെയ്താൽ ആദ്യം വെള്ളം കയറുന്ന എറണാകുളത്തെ ഇടമാണ് KSRTC ബസ് സ്റ്റാൻഡ് പരിസരം. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ദുരിതമാണ്. ഈ ഘട്ടത്തിലാണ് മന്ത്രി KB ഗണേഷ് കുമാറിൻ്റെ സന്ദർശനം. മന്ത്രി വരുന്നത് പ്രമാണിച്ച് മുൻകൂട്ടി തന്നെ ഇവിടെ വലിയ തോതിൽ ഈ ശുചീകരണ പ്രവർത്തനമൊക്കെ നടന്നിരുന്നു. വേസ്റ്റുകൾ മറ്റുമൊക്കെ മാറ്റിയിരുന്നു. എന്തായാലും മന്ത്രി KB ഗണേഷ് കുമാർ 3:30 ഇവിടെ എത്തി ഉദ്യോഗസ്ഥരുമായി ഒക്കെ ചർച്ച നടത്തി. മന്ത്രിക്കൊപ്പം ഹൈബീഡൻ MP, അതോടൊപ്പം തന്നെ TJ വിനോദ് MLA തുടങ്ങിയവരും ഉണ്ടായിരുന്നു. ജില്ലാ കളക്ടറും ഉണ്ടായിരുന്നു. ഈ വെള്ളക്കെട്ടിന് എങ്ങനെ പരിഹാരം കാണാം എന്ന കാര്യമാണ് പ്രധാനമായും അടക്കം പരിശോധിച്ചത്. അതിൽ ഈ പുറത്തു നിന്ന് ഇവിടേക്ക് വെള്ളം കയറുന്നതിന് ബദലായി ഒരു റിട്ടേൺ വാൾ പണിയും എന്നാണ് ഇപ്പോൾ മന്ത്രി വ്യക്തമാക്കിയിരുന്നത്. അതോടൊപ്പം തന്നെ ഈ പ്രദേശം ശുചീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അതിൽ പ്രധാനമായും ഈ ഹൗസ് കീപ്പിംഗ് സംവിധാനത്തെ അടക്കം കൊണ്ടുവരുമെന്നും മന്ത്രി പറഞ്ഞിട്ടുണ്ട്. പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ കാര്യത്തിലും മന്ത്രി ചില കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അടിയന്തരമായിട്ട് പണി തുടങ്ങും. പിന്നെ ആദ്യം ഒരു പഠനം നടത്താൻ IIT എഞ്ചിനീയർമാരൊക്കെ വരുന്നുണ്ട്. വന്നതിന് ശേഷം പിന്നെ അങ്ങനെ അവർ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അവർ വന്നിട്ടുണ്ട് IIT എന്നുള്ളത്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ഇത് വെള്ളം ഇങ്ങോട്ട് കയറാതിരിക്കാനും ഈ തോട്ടിൽ ഇങ്ങോട്ട് കയറാതിരിക്കാൻ വേണ്ടി ഒരു റീറ്റെയിനിങ് വേണം. നമ്മൾ ശ്രമം നടത്തുകയാണ്. ഇതെല്ലാം പൊക്കുന്ന അകമൊക്കെ പൊക്കി റെഡിയാക്കും. പിന്നെ ഈ കെട്ടണം തന്നെ വൃത്തിയാക്കും. ഇത് തന്നെ വൃത്തിയാക്കി എടുക്കണം. കുളിക്കുന്നൊന്നുമില്ല. പുതിയ സ്റ്റാൻഡ് നമ്മൾ MOU ഒപ്പിട്ടുണ്ട്. ഇവിടെ സ്ഥലം കൊടുക്കുകയാണ്. പക്ഷേ അവിടെ ചതുപ്പാണ് തന്നിരിക്കുന്നത്. ഈ മന്ത്രിയുടെ സന്ദർശനത്തോടു കൂടിയെങ്കിലും ഈ എറണാകുളത്തെ KSRTC ബസ് സ്റ്റാൻഡ് പരിസരത്തിന് ഒരു ശാപമോക്ഷം ഉണ്ടാകുമോ എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്ന ചോദ്യം. കഴിഞ്ഞ ദിവസം TJ വിനോദ് MLA ആണ് ഈ എറണാകുളത്തെ സ്ഥിതിവിശേഷം മന്ത്രിക്ക് മുന്നിൽ ധരിപ്പിച്ചത്. തുടർന്നാണ് മന്ത്രി KB ഗണേഷ് കുമാർ എത്തിയത്. ഒട്ടനവധി പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനുണ്ട്. എന്തായാലും അതിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഈ തൊഴിലാളികളുടെ അടക്കം പ്രശ്നങ്ങളിൽ എന്തായിരിക്കും ഇനി വരും ദിവസങ്ങളിൽ എടുക്കുന്ന തീരുമാനം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ക്യാമറമാൻ അനീഷ് തോട്ടക്കാടിനൊപ്പം S. രാഗിൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.